ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ ഇങ്ക് ആൻഡ് അഡോൺ. ഇന്ന് ഞാനിവിടെ പറയുന്നത് അറബിക് കാലിഗ്രഫി യൂസിങ് ഡബിൾ പെൻസിൽ മെത്തഡാണ്. ഇതിന് നമുക്ക് വേണ്ടത് 2 പെൻസിൽ, 2 റബ്ബർ ബാൻഡ്, ഇറേസർ, എഴുതുവാനുള്ള ഒരു പേപ്പർ. ഞാനിവിടെ പെൻസിൽ കൊണ്ട് ഷെയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ മാർക്കർ ഉപയോഗിക്കുന്നില്ല. അതിന് നമ്മൾ പെൻസിൽ ആദ്യം നല്ലവണ്ണം നല്ല നീറ്റിൽ ഷാർപ്പ് ചെയ്യുക, എന്നിട്ട് ടൈറ്റായി റബ്ബർ ബാൻഡ് കൊണ്ട് ടൈ ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ല നീറ്റിൽ ഡബിൾ പെൻസിൽ കാലിഗ്രഫി ചെയ്യാം. ഒരു പെൻസിൽ പൊക്കിയും ഒരു പെൻസിൽ താഴ്ത്തിയുമാണ് നാം പെൻസിൽ ടൈ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം 2 ലൈനായി വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നമുക്ക് അതിനനുസരിച്ച് പെൻസിൽ അഡ്ജസ്റ്റ് ചെയ്യണം. നമുക്ക് ഇപ്പോൾ ഞാൻ എഴുതുമ്പോൾ 2 ലൈൻ വരുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ എഴുതുമ്പോൾ 2 ലൈൻ വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ടൈ ചെയ്തത് കറക്റ്റാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ പെൻസിൽ എങ്ങനെ പിടിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും നാം കാലിഗ്രഫി ചെയ്യുന്നത് നീറ്റാണോ എന്നറിയാൻ. അതായത് പെൻസിൽ ചെരിച്ച് പിടിച്ച് ഇപ്പോൾ അലിഫ് എഴുതുന്നത് കാണാം. അപ്പോൾ അലിഫ് എഴുതുമ്പോൾ നമ്മൾ ചെരിച്ച് പിടിക്കണം. അപ്പോഴാണ് നമുക്ക് നീറ്റിൽ കിട്ടുന്നത്. ആ ഒരു 2 ലൈൻ തമ്മിലുള്ള വിടുത്ത് ശ്രദ്ധിക്കുക. അപ്പോൾ അത് നല്ലൊരു വിടുത്തുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇനി പെൻസിൽ കുറച്ച് കുത്തനെ പിടിക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വ്യത്യാസം എന്തെന്ന് നോക്കാം. അതാണ് ഇതിൽ നമുക്ക് ഡബിൾ പെൻസിൽ കാലിഗ്രഫിയിൽ മെയിൻ അറിയേണ്ടത് ഈ പെൻസിൽ പിടിക്കുന്ന രീതിയാണ്. അത് ഈസി ആയി കഴിഞ്ഞാൽ നമുക്ക് ഈസിയായി തന്നെ ഡബിൾ പെൻസിൽ കാലിഗ്രഫി ചെയ്യാം. ഇപ്പോൾ നമുക്ക് നോക്കാം, പെൻസിൽ ഞാൻ കുറച്ച് കുത്തനെ പിടിച്ചിട്ടാണുള്ളത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിടുത്ത് കുറഞ്ഞു, കുറച്ചും കൂടി കുത്തനെ പെൻസിൽ പിടിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം, ഇതാ അലിഫിൻ്റെ ആ വെടുത്ത്, ആ 2 ലൈൻ തമ്മിലുള്ള വെടുത്ത് കുറച്ചുകൂടി കുറഞ്ഞു. അതിന് ആ ഫസ്റ്റിലത്തത് അത്ര വെടുത്തിൽ പിന്നെ നോക്കാം. പിന്നെ വീണ്ടും വീണ്ടും ഇങ്ങോട്ട് പോകട്ടും തോറും വീണ്ടും നല്ല ശരി കുത്തനെ പിടിക്കുക 2 പെൻസിൽ. അപ്പോൾ നമുക്ക് നോക്കാം ഒരു ലൈനായി പോലെ വരുന്നത് കാണാം. അതാണ് ഞാൻ പറഞ്ഞത് അലിഫ് എഴുതുമ്പോൾ ചെരിച്ച് പിടിക്കണമെന്ന്. അപ്പോൾ ചെരിച്ച് പിടിച്ച് കഴിഞ്ഞാൽ ഒരു വെടുത്ത് നമുക്ക് കിട്ടും. അപ്പോൾ കുറച്ചുകൂടി കുത്തനെ പിടിക്കുമ്പോൾ അതിലും വെടുത്ത് കുറയും, അതിലും കൂടി കുത്തനെ പിടിക്കുമ്പോൾ വീണ്ടും വെടുത്ത് കുറയും. കുത്തനെ പിടിക്കുകയാണെങ്കിൽ ഒറ്റ ലൈൻ പോലെ വരും. അതാണ് നാം അറിയേണ്ട മെയിൻ മെത്തേഡ്. ഇതാണ് ഡബിൾ പെൻസിൽ കാലിഗ്രഫിയിൽ നാം കൂടുതലായി അറിയേണ്ട ഒരു ടിപ്സ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് നല്ല നീറ്റിൽ അറിയുകയാണെങ്കിൽ പിന്നെ ഒന്നും വേണ്ട. നമുക്കൊരു 1 വീക്ക് നാം പെൻസിൽ കാലിഗ്രഫിക്ക് വേണ്ടി ഡബിൾ പെൻസിൽ കാലിഗ്രഫി ട്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസിയായി എഴുതാൻ പറ്റും. ഓക്കെ, ഇവിടെ ഞാൻ മാഷാ അള്ളാ എന്ന വീഡിയോ ആണ് എങ്ങനെയാണ് കാലിഗ്രഫി ചെയ്യുന്നതെന്നാണ് ഞാൻ കാണിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ മീം എങ്ങനെയാണ് മാഷാ അള്ളാ എന്ന കേസിൽ ഞാൻ കുത്തനെയാണ് പെൻസിൽ പിടിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നതെന്ന്. അപ്പോൾ കുത്തനെ പെൻസിൽ പിടിച്ചു. അപ്പോൾ മീം എന്ന് പറയുന്നത് അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, പെൻസിൽ ചെരിച്ച് പിടിക്കുകയാണെങ്കിൽ നമുക്ക് കാണാം അത് ആ ഒരു സെക്ഷൻ, അതായത് അവിടെ കുറച്ച് നല്ലവണ്ണം വീതി കുറഞ്ഞാണ് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് കേസിൽ നമുക്ക് നോക്കാം കുറച്ച് വീതി കൂടിയാണ്. അത് രണ്ടാമത്തെ കേസിൽ കുറച്ച് വീതി കുറഞ്ഞു. അത് കുത്തനെ പിടിച്ച് അവിടെ വീതി കുറഞ്ഞു, അവിടെ ഞാൻ ചെരിച്ച് പിടിച്ചപ്പോൾ വീതി കൂടി. അതാണ് അതിൻ്റെ വിധം. അത് നിങ്ങളുടെ കംഫർട്ടബിളായ രീതിയിൽ നിങ്ങൾക്ക് കാലിഗ്രഫി ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് മാഷാ അള്ളാ എന്ന ആ ഒരു അലിഫ് സെക്ഷൻ എത്തുമ്പോൾ ഞാൻ ചെരിച്ച് പെൻസിൽ പിടിക്കും. ഫസ്റ്റ് കുത്തനെ പെൻസിൽ പിടിച്ച് പിന്നെ ഞാൻ ചെരിച്ചാണ് പെൻസിൽ പിടിക്കുന്നത്. ഇനി നമുക്ക് മാഷാ അള്ളാ എന്ന് എഴുതുന്നതിന് വേണ്ടി 2 ലൈൻ വരക്കുക. ഫസ്റ്റ് ഒരു ലൈൻ വരഞ്ഞ് എന്നിട്ട് അതിൻ്റെ ഒരു 12 സെൻറ്റിമീറ്റർ താഴ്ത്തിയായി മറ്റൊരു ലൈൻ വരയുക. ഓക്കെ, അപ്പോൾ അതിനുള്ളിൽ നമുക്ക് മാഷാ അള്ളാ എന്ന് എഴുതുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാനിവിടെ പെൻസിൽ കുത്തനെയാണ് പിടിക്കുന്നത്. അവിടെ എത്തുമ്പോൾ ഞാൻ ചെരിച്ച് പിടിച്ചു.
ഈ സീൻ എന്നുള്ള കേസിലും ഞാൻ കുത്തനെയാണ് പെൻസിൽ പിടിക്കുന്നത്. പിന്നെ അലിഫ് എന്നുള്ള ഈ സെക്ഷനിൽ ചെരിച്ച് പിടിക്കും. ഓക്കെ, ജോയിൻറ്റ് സെക്ഷനാണ് നമ്മൾ കൂടുതലായും ശ്രദ്ധിക്കേണ്ടത്. അപ്പം മേമം നമുക്ക് അവിടെ ആ ഒരു ജോയിൻറ്റ് സെക്ഷൻ ശരിയാക്കിയാൽ നമുക്ക് നല്ല നീറ്റിൽ കാലിഗ്രഫി കാണാം. ഈ അലിഫ് സെക്ഷനിൽ ഞാൻ ചെരിച്ചാണ് പെൻസിൽ പിടിച്ചിരിക്കുന്നത്. ഹർക്കത്തുകൾ ഇട്ട് കൊടുക്കുക. നമുക്ക് ബോർഡർ ഷാർപ്പ് ചെയ്ത് കൊടുക്കാം പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട്. ഞാൻ ഇവിടെ പെൻസിൽ കൊണ്ട് ഷെയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്, മാർക്കർ ഉപയോഗിക്കുന്നില്ല.